മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനത്തുണ്ടൊരു പൂങ്കിണ്ണം, പാലൊളി തൂകും പൂങ്കിണ്ണം, ചന്ദന ശോഭ നിറഞ്ഞൊഴുകും ചന്ദ്രികയാണാ പൂങ്കിണ്ണം. മാനത്തുണ്ടൊരു പൂങ്കിണ്ണം, പാലൊളി തൂകും പൂങ്കിണ്ണം, ചന്ദന ശോഭ നിറഞ്ഞൊഴുകും ചന്ദ്രികയാണാ പൂങ്കിണ്ണം. ചന്ദന ശോഭ നിറഞ്ഞൊഴുകും ചന്ദ്രികയാണാ പൂങ്കിണ്ണം. മക്കളെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖല്ലേ? ഉസ്താദ് പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടു? ഉഷാറായി എന്ന് പറയും മക്കളെ. ഉസ്താദുമാർ നിങ്ങൾ ഉഷാറായി എഴുതുമ്പോൾ, നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഉഷാറായി എന്ന് പറയാറില്ലേ? അതുപോലെ ഉഷാറായി ഉസ്താദ് എന്ന് പറയൂ. അൽഹംദുലില്ലാ. ഏതാണ് ചന്ദ്രിക? മാനത്തുണ്ടാവണേ, പാലൊളി തൂകണേ, അതാരാ? അതേ അമ്പിളി അമ്മാവൻ. ഒരാളിതാ പറയണേ അമ്പിളി അമ്മാവൻ, വേറൊരാളിതാ പറയണേ അമ്പിളി മാമൻ. വേറെ പേര് നിങ്ങൾക്കറിയോ? വേറെ പേര് ചന്ദ്രൻ. അറിയോ? മലയാളത്തിൽ അമ്പിളി എന്നും പറയും, ചന്ദ്രൻ എന്നൊക്കെ പറയും. ഇംഗ്ലീഷിലോ? അതെ, മൂൺ. ഇംഗ്ലീഷിൽ മൂൺ എന്ന് പറയും. അറബിയിൽ എന്താ മക്കളെ പറയാം? അറബിയിൽ ആർക്കും അറിയൂല? ബദർ. എങ്ങനെ? ബദർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അമ്പിളി മാമൻ. അമ്പിളിക്കാണ്, ചന്ദ്രനാണ് അറബിയിൽ ബദർ എന്ന് പറയുക. എന്ത് പറയും? ബദർ. ബദറിനെ കാണാൻ നല്ല രസമല്ലേ? എന്തൊരു അഴകല്ലേ, എന്തൊരു ഭംഗിയാ ബദറിനെ കാണാൻ അല്ലേ? ബദറിനെ കാണാൻ വല്ലാത്ത അഴകാണല്ലേ? സൂര്യൻ പോയി കഴിഞ്ഞാൽ, രാത്രിയായാൽ, ഇരുട്ടായാൽ നമുക്ക് പ്രകാശം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് പടച്ച അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് അതേ ചന്ദ്രൻ, ബദർ. ഈ ബദറിൻ്റെ ആദ്യത്തെ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് നമുക്ക് ആ അക്ഷരത്തെ കുറിച്ച് പഠിച്ചാലോ? ഇതേതാ അക്ഷരം? ഇതിന് ബ എന്ന് പറയും. ബ എന്ന് പറയും, ബ എന്ന് പറയും. എന്താ സാർ എഴുതാൻ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതെ, വളരെ രസകരമായി എഴുതാൻ കഴിയുന്ന ഒന്നാണ് ബ എന്നുള്ളത്. ബായിന് പുള്ളിയുണ്ടോ? എത്ര പുള്ളിയുണ്ട്? അതെ, ഒരു പുള്ളിയുണ്ട്. എഴുതുന്നത് ശരിക്കൊന്നും കൂടി ശ്രദ്ധിക്കൂ. അതേ, താഴെ ഒരു പുള്ളിയുണ്ട്. അപ്പോൾ ഈ കാണുന്ന അക്ഷരത്തിനാണ് ബ എന്ന് പറയുക. ബ പറയൂ. ബ എന്ന് പറയും. ഈ ബായിന് മുകളിൽ ഫതഹ വരച്ചാൽ, ഫതഹ കൊടുത്താൽ എന്താ വായിക്കുക? പറയൂ. ബ എന്ന് വായിക്കും. ബായിന് മേലെ ഫതഹ കൊടുത്താൽ ബ എന്ന് വായിക്കും. ബായിന് മേലെ ഫതഹ കൊടുത്താൽ ബ എന്ന് വായിക്കും. അലിഫിന് മേലെ ഹംസ, അതിന് മേലെ ഫതഹ ആ. ഹംസക്ക് മേലെ ഫതഹ ആ. അലിഫിന് മേലെ ഹംസ, അതിന് മേലെ ദുമ്മ ഉ. അലിഫിന് താഴെ കസ്റ, അതിന് താഴെ അലിഫിന് താഴെ കസ്റ. അപ്പോൾ എന്താ വായിക്കുക? ഈ. ഇനിയോ? അലിഫിന് മേലെ ഹംസ, അതിന് മേലെ സുക്കൂൻ. അപ്പോഴോ? അതെ, എന്ന് വായിക്കും. മാഷാ അല്ലാഹ്. അപ്പോ ബായിന് മേലെ ഫതഹ കൊടുത്താൽ എന്ത് പറയണം? ബ. ബായിനു മുകളിൽ ഫതഹ കൊടുത്താൽ ഞങ്ങൾ പറയും ബ. ബായിനു മുകളിൽ ഫതഹ കൊടുത്താൽ ഞങ്ങൾ പറയും ബ. ബായിനു മുകളിൽ ഫതഹ കൊടുത്താൽ ഞങ്ങൾ പറയും ബ. അല്ലാഹ്, ഞങ്ങൾ പറയും ബ. ബായിന് താഴെ കസ്റ കൊടുത്താൽ ഞങ്ങൾ പറയും. ബായിന് താഴെ കസ്റ കൊടുത്താൽ ഞങ്ങൾ പറയും ബി. ബായിന് താഴെ കസ്റ കൊടുത്താൽ ഞങ്ങൾ പറയും ബി. അല്ലാഹ്, ഞങ്ങൾ പറയും ബി.
ബാഇന് മേലെ ളുമ്മ കൊടുത്തു ഞങ്ങൾ പറയുമ്പോ, ബാഇന് മേലെ ളുമ്മ കൊടുത്താൽ ഞങ്ങൾ പറയുമ്പോ, ബാഇന് മേലെ ളുമ്മ കൊടുത്താൽ ഞങ്ങൾ പറയുമ്പോ, അല്ലാഹ് ഞങ്ങൾ പറയുമ്പോ, ബാബീബു അല്ലാഹ് ബാബീബു, ബാബീബു അല്ലാഹ് ബാബീബു. ബാഇനെ കാണാൻ എങ്ങനെയാ, ബാഇനെ കാണാൻ ഇങ്ങനെയാ, ബാഇനെ കാണാൻ എങ്ങനെയാ, ബാഇനെ കാണാൻ ഇങ്ങനെയാ, ബാഇന് മേലെ ഫത്ഹ കൊടുത്തു ഞങ്ങൾ പറയുമ്പ, അല്ലാഹ് ഞങ്ങൾ പറയുമ്പ, ബാഇന് താഴെ കസ്റ കൊടുത്താൽ ഞങ്ങൾ പറയും ബി, ബാഇന് മേലെ ളുമ്മ കൊടുത്താൽ ഞങ്ങൾ പറയുമ്പോ, ബാഇന് മേലെ സുകൂന് കൊടുത്താൽ ഞങ്ങൾ പറയുമ്പ്, അല്ലാഹ് ഞങ്ങൾ പറയുമ്പ്. ബാഇന് മേലെ ഫത്ഹ, ബ മറക്കോ ഇനി? ഇല്ല, മറക്കൂല. ബാഇന് താഴെ കസ്റ, ബി ഇനി മറക്കോ? മറക്കത്തില്ല. ബാഇന് മേലെ ളുമ്മ, അപ്പോഴോ ബു എന്ന് വായിക്കും, ബു എന്ന് വായിക്കും. ഇനി ബാഇന് മേലെ സുക്കൂനോ? അതെ, ബ് എന്ന് വായിക്കും. ബദർ എന്നതിൽ ചുവന്ന നിറത്തിൽ കാണുന്ന അക്ഷരം ഏതാണ്? അതെ, ബ. ബാഇന് മേലെ എന്താ കൊടുത്തിട്ടുള്ളത്? ഫത്ഹ കൊടുത്തു. അപ്പോ എന്ത് വായിക്കും? ബ എന്ന് വായിക്കും. ഇത് നമുക്കിടെ വായിക്കാം. ആ തൊട്ടടുത്ത് കാണുന്നതോ? ബ. കൂട്ടി വായിക്കി. അതെ, അബ എന്ന് വായിക്കും. എന്ത് വായിക്കും? അബ എന്ന് വായിക്കും. ഇതേത് അക്ഷരം? ഉ. ഇതേതാണ് അക്ഷരം? ഉ. തൊട്ടടുത്ത് കാണുന്നതോ? ബാഇന് മേലെ ളുമ്മ. അപ്പൊ കൂട്ടി വായിക്കി. ഉബു. എന്താണ്? ഉബു. ഇനി നോക്കി, അലിഫിന് താഴെ ഹംസയും കസ്റയും. അപ്പൊ എന്താ വായിക്ക? അതെ, ഈ എന്ന് വായിക്കും. ബാഇന് താഴെ കസ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോഴോ ബി. കൂട്ടി വായിക്കി. ഈ ബി. എന്ത് വായിക്കും? ഈ ബി. അപ്പൊ മക്കള് ബ, ബി, ബു, ബ് എന്ന് എഴുതാൻ പഠിച്ചോ? വായിക്കാൻ പഠിച്ചോ? എന്നാൽ ബാഇന് മേലെ തെൻമീന് ളുമ്മിട്ടാലോ? 2 ളുമ്മിട്ട് കഴിഞ്ഞാൽ എന്താ വായിക്കുക? അതെ, വെരി ഗുഡ്, മാഷാ അല്ലാഹ്, മബ്റൂക്ക്, അഹ്സൻത, അഹ്സൻതി, ബുൻ എന്ന് വായിക്കും. മോളെ ഉഷാറായിട്ടുണ്ട്. മോനോ വളരെ ഉഷാറായിട്ടുണ്ട്. ബാഇന് മേലെ തെൻവീൻ ളുമ്മ കൊടുത്താൽ ബുൻ എന്ന് വായിക്കും. തെൻവീൻ ളുമ്മ കൊടുത്താൽ ബുൻ എന്ന് വായിക്കും. ഫത്ഹ കൊടുത്താൽ ബ, കസ്റ കൊടുത്താൽ ബി, ളുമ്മ കൊടുത്താൽ ബു. തെൻവീൻ ളുമ്മ കൊടുത്താലോ ബുൻ എന്ന് വായിക്കും. ഈ ചന്ദ്രന് അമ്പിളിക്കെന്താ അറബിയിൽ പറയാ? അതെ, ബദർ എന്ന് പറയും. എന്ത് രസാലെ ബദറിനെ കാണാൻ, നല്ല രസല്ലേ? നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ആകാശത്തേക്ക് നോക്കൂ. എന്തൊക്കെയാ കാണുന്നുണ്ട്? നക്ഷത്രങ്ങൾ കാണുന്നുണ്ടാ? നക്ഷത്രങ്ങൾ കാണുന്നുണ്ടാ? നക്ഷത്രങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കണം. ചന്ദ്രനെ കാണുന്നുണ്ടോ എന്ന് നോക്കണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. മക്കളെ, ഈ അക്ഷരങ്ങൾ അ, ഇ, ഉ, ഇ, അൻ, ഇൻ, ഉൻ, ബ, ബി, ബു, ബ്, ബുൻ. ഈ അക്ഷരങ്ങൾ മക്കൾ മറക്കരുത്. എവിടെ കണ്ടാലും വായിക്കണം. മാഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ, അവസാനിപ്പിക്കല്ലേ? എല്ലാ മക്കളും പഠിക്കൂലേ? എല്ലാ മക്കളും പഠിക്കണം കേട്ടോ. മക്കളെ മനസ്സിലാവുന്നില്ലേ? ആ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉസ്താദേ ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ഇനിയും അടുത്ത ക്ലാസ്സുമായി വരണം, എല്ലാ അക്ഷരങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് കമൻ്റ് എഴുതണം കേട്ടോ. നിങ്ങളെ കമൻ്റ് ഉസ്താദിന് അടുത്ത ക്ലാസ് എടുക്കാനുള്ള ഊർജമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല മക്കളാവുക, പഠിക്കുക. ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, എല്ലാ ടീച്ചേഴ്സ് പറയുന്ന നല്ല കാര്യങ്ങളും അനുസരിച്ച് നല്ല രൂപത്തിൽ മുന്നേറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.